സോ ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഗൈസ് കുറേ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്, ബാക്ക് ടു റിയാക്ഷൻ വീഡിയോ. ആൻഡ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ലാലേട്ടൻ്റെ ഋഷഭ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ ടീസറാണ് ഗൈസ്. ഇതെന്തോ ഒരു ബ്രഹ്മാണ്ട പടം കണ്ടാണെന്ന് തോന്നുന്നത്. തമ്മിൽ കണ്ടിട്ട് അങ്ങനെയാണ് ഗൈസ് തോന്നുന്നത്. ബട്ട് ഈ പടത്തിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ ഇല്ലായിരുന്നു. റിലീസ് ഡേറ്റിനെ കുറിച്ചൊക്കെ എന്തോ അന്ന് ആശീർവാദ് സിനിമാസ് ഇറക്കിയതാണ് ഗൈസ്. പക്ഷേ ഇപ്പോഴാണ് അതിനെക്കുറിച്ചൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നത്. അതിൻ്റെ ടീസർ വന്നിട്ടുണ്ട് ഗൈസ്, നമുക്ക് നേരെ കാണാം. ആൻഡ് ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന വേറെ ഏതോ കമ്പനിയൊക്കെയാണ് ഗൈസ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ആശീർവാദാണെന്ന് തോന്നുന്നത്. സോ നമുക്ക് നേരെ ടീസർ കാണാം ഗൈസ്. കണ്ടിട്ട് എന്തോ വലിയ സംഭവം തോന്നുന്നു കേട്ടോ. എനിക്ക് സൗണ്ട് തന്നെ ഓ വലിയ ഒന്നുമില്ല ഗൈസ്. തമ്മിൽ കണ്ടോ നിങ്ങൾ? മോഹൻലാൽ ആസ് കിങ്, മോഹൻലാൽ ആസ് എ കിങ്, ഡയറക്റ്റഡ് ബൈ നന്ദകിഷോർ. ആൻഡ് ദീപാവലി 2025 റിലീസ് ചെയ്തു. ഒട്ടേറെ പടം ഉണ്ടോ അപ്പോൾ കാണാൻ? ബാലാജി ടെലിഫിലിംസ്, അഭിഷേക് വയസ് ഫിലിംസ്. എന്താ ഇതൊക്കെ? ഏത് ചെയ്യുന്നതാണ്? സെറ്റുകാർക്കൊക്കെ ഇട്ട് കുറച്ച് പൈസ വന്നിട്ടുണ്ടല്ലോ. ശിവലിംഗം. When destiny calls, breath must stand up. Whoa, whoa, whoa. Whoa, whoa, whoa. ഋഷഭ റീബോൺ ലവ്. അമ്പു പാസ്റ്റ് പ്രസന്റ് എങ്ങനത്തെ കഥയാണ്? ഇങ്ങനത്തെ ഒരു പടം ഉണ്ടല്ലോ തെലുങ്കിലെന്നാണ്ട്. പേര് നമ്മുടെ ചിരഞ്ജീവിയുടെ ഇപ്പോഴത്തെ ഒരു പടം ഉണ്ടല്ലോ, അതിൻ്റെ മുന്നത്തെ ഇപ്പോൾ ഒരു പടം ഉണ്ട്, ഡയറക്ടറിൻ്റെ മുന്നത്തെ ഒരു പടം ഉണ്ട്. ഞാൻ പേര് മറന്നു പടത്തിൻ്റെ. എനിക്ക് ചിരഞ്ജീവിയുടെ പടത്തിൻ്റെ പേരെന്നുണ്ട്. ചിരഞ്ജീവി മൂവീസ്. ഇതാണ് കേസ്. വിശ്വംഭരയുടെ ഡയറക്ടറിൻ്റെ നേരത്തെ ഒരു പടമുണ്ട്. അത് എന്തോ ഫാൻറ്റസി പടമൊക്കെയാണ്. പുള്ളിക്കൊരു വേറെ പടം എന്തോ ഞാൻ പറന്നുപോയി. പക്ഷെ ആ പടത്തിൻ്റെ പേര് മറന്നു കേസ്. അപ്പം ഇതെന്തുവാ? പാസ്റ്റ് കാണിക്കുന്നു, പ്രസൻറ്റ് കുറച്ച് കാണിക്കുന്നുള്ളൂ. എന്തോ ഒരു പയ്യനായിട്ടിരിക്കുന്നത്, പുള്ളിയുടെ മോനാണെന്ന് തോന്നുന്നു. പുള്ളി മോൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നതാണെന്ന് തോന്നുന്നു. ബട്ട് അത് തുടക്കം എന്തു കാണിച്ചവർ ഇടയ്ക്ക് കുറച്ച് ഷോട്ടൊക്കെ കണ്ടിട്ട് വി എഫ് എക്സ് ആണോ എ ആണോന്ന് എനിക്കറിഞ്ഞു പൈസ. ഇപ്പോൾ എ കണ്ടാലും വി എഫ് എക്സ് പോലെയൊക്കെ തോന്നി. അത്ര എ ഒക്കെ കിള്ള മേയിച്ചാണ്. ആൻഡ് ആക്ച്വലി അത് കൊള്ളാം. സെറ്റ് വർക്കൊക്കെ കണ്ടിട്ട് വൃത്തിയുടെ തോന്നി ബേസ്. മനസ്സിലായ? നമ്മൾ അന്ന് പ്രതീക്ഷിച്ചൊരു പടം കിട്ടുമോ എന്ന് വെച്ചാൽ, നമ്മുടെ മലൈക്കോട്ടെ വാലിബൻ പോലെ. മലൈക്കോട്ടെ വാലിബനൊന്നും അല്ല നമ്മൾ പ്രതീക്ഷിച്ചത്, നമ്മൾ വേറെ എന്തോ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇതുപോലത്തെ ഒരു പടമൊക്കെ ഇത് വിഷയം പടമായിരിക്കുമോ? ഐ ഡോണ്ട് നോ ഗൈസ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഗൈസ്. കില്ല പടമാണെന്ന് തോന്നുന്നു ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആൻഡ് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്. നമ്മൾ കുറേ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഗെയിമിങ്ങിനെയും കുറിച്ചും കുറേ വീഡിയോസൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. സോ ബോയ് ഡു ചെക്ക് ഔട്ട് ഗൈസ്. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം ബൈ ബൈ.